ഹായ് ഫ്രണ്ട്സ്, AARPEES ഫുഡ് ആൻഡ് ട്രാവൽ ടെക്കിലേക്ക് സ്വാഗതം. ഞാൻ ഉമേഷ്. നമ്മൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസമായതേ ഉള്ളൂ. ആ സമയത്തേക്ക് നമുക്കൊരു 3K സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക എന്ന് പറയുന്ന നമ്മുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതിന് എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നപ്പം നമുക്ക് 3K സബ്സ്ക്രൈബേഴ്സായി. ഇപ്പം അത് കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ 3K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സന്തോഷം അറിയിക്കാനാണ് ഇന്നത്തെ വീഡിയോ. അത് ചെയ്ത എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. അതിനൊപ്പം നമ്മുടെ ഗീവ് അവേ വന്നിരിക്കും. 3K സബ്സ്ക്രൈബേഴ്സിൻ്റെ ഗീവ് അവേ നമ്മുടെ തൊട്ട് മുന്നിലെത്തി. അപ്പം നമ്മളതെങ്ങനെ എടുക്കുന്നതെന്നും ഏതാ ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്നതെന്നും എല്ലാം പറയാം. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെ ഇത് നമ്മൾ സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു സജഷൻസ് ഒക്കെ നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ സജഷൻസ് കുറേ വന്നു, കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിനകത്ത് വന്നേക്കെന്ന് പറഞ്ഞാൽ കുറേ എണ്ണം വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കമൻറ്റുകളിൽ നിന്നും ഏറ്റവും നല്ല കമൻറ്റ് ഞാൻ നോക്കിയിട്ട് അതിനകത്ത് ഏറ്റവും നല്ല കമൻറ്റ് ചെയ്തിരിക്കുന്ന ആരാന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കണം എന്നായിരുന്നു. പക്ഷേ അതൊരു ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ മാത്രം തീരുമാനിക്കുന്ന കാര്യമായി പോകും. അത് വേണ്ട, നമ്മളെല്ലാവരും കൂടെ ഒരേ സമയത്തിരുന്ന് നമ്മൾ ലൈവായിട്ട് നമ്മൾ ആളെ സെലക്ട് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ അന്ന് അത് സജഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് താഴെ എല്ലാവരും എഗ്രി ചെയ്തതിനകത്ത് മെജോറിറ്റി എഗ്രി ചെയ്തിരിക്കുകയാണ്. എൻ്റെ കൂടെ എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ തന്നെ എടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമൻറ്റ് പിക്കർ വെച്ചിട്ട് നമ്മൾ കുറച്ച് പേരെ സെലക്ട് ചെയ്യും. ഒരു 25 പേരെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ അതിനകത്തൊരു ചെറിയ മാറ്റം വരുത്തുന്നുണ്ട്. ഒരു 14 പേരെ കമൻറ്റ് പിക്കർ വെച്ച് 1 by 1 ആയിട്ട് നമ്മൾ 14 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പം അവരിൽ നിന്നും നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് പേപ്പറിൽ എഴുതിയിട്ട് ബൗളിലിട്ട് നമ്മൾ എടുക്കുന്നു. പക്ഷേ അത് നമ്മൾ ചെറിയൊരു മാറ്റം അതിലും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഫെയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ബൗളിൽ നമ്മൾ എഴുതിയിട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആർക്കും അതിനകത്ത് പേരൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പിന്നിങ് വീൽ മേടിച്ചിരിക്കുന്നു. സ്പിന്നിങ് വീലിനകത്ത് നമ്മൾ ഓരോരുത്തരെ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഇവനെ നല്ലതുപോലെ കറക്കി വിട്ട് കഴിയുമ്പോഴത്തേക്ക് വന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആളായിരിക്കും വിന്നർ. അപ്പോൾ അത് നമ്മൾ ഒരു വിന്നർ അങ്ങനെ കിടത്തും. വീണ്ടും നമ്മൾ കറക്കും. അപ്പോൾ രണ്ടാമത് വരുന്ന ആൾ രണ്ടാമത്തെ വിന്നർ. അപ്പോൾ 2 വിന്നേഴ്സിനെ നമ്മൾ അന്ന് അങ്ങനെ സെലക്ട് ചെയ്യും. അപ്പോൾ അതാണ് തീരുമാനം. എല്ലാവർക്കും സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ സംഭവം ഇവിടെ വന്നതുകൊണ്ട് കുറച്ചുകൂടെ ഫെയറായി. അപ്പം അതെനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ താമസിച്ചത്. അപ്പം അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അടിച്ച് പൊളിക്കുന്നു. അപ്പം അതിന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സൗകര്യമായിട്ടുള്ള ദിവസങ്ങൾ ഞാൻ എന്നെ ചോദിച്ചപ്പോഴത്തേക്ക് പലരും പറഞ്ഞത് സാറ്റർഡേയും സൺഡേയുമാണ്, ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ് പറഞ്ഞത്. അതിൽ തന്നെ ശനിയാഴ്ച പറഞ്ഞവരാണ് കൂടുതലും എന്നോട് പേഴ്സണലി സംസാരിച്ചവർ പറഞ്ഞ് കുറച്ചുകൂടെ നല്ലതാണെന്ന് പറഞ്ഞത്. അപ്പം ശനിയാഴ്ച ദിവസം പലരുടെയും ഇത് കേട്ടിട്ടാണ് ഞാനത് ചൂസ് ചെയ്യാൻ കാര്യം. ശനിയാഴ്ച ദിവസം, അതായത് ജൂൺ 1 തീയതി ശനിയാഴ്ച ദിവസം രാത്രിയിൽ 7:30 കുറച്ച് എല്ലാവർക്കും സൗകര്യമുള്ള സമയമാണ്. രാത്രി 7:30 നമുക്ക് ലൈവ് വരുന്നു. ലൈവായിട്ട് നമ്മളെല്ലാവരും ചേർന്ന് 2 വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അടിച്ച് പൊളിക്കുന്നു. അവർക്ക് ഒരു കൊടുക്കുന്നത് വെച്ചാൽ എക്കൻ്റെ ഒരു ക്യാമറ, ഒരു സൈമയുടെ ഒരു ഡ്രോൺ മാറ്റി ക്യാമറ വേണം എന്നുള്ളവർക്ക് അങ്ങനെ ആ വിന്നർക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ ആക്കാം നമുക്ക്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഒരു ഗിവ് അവേ ഉണ്ട്. അത് നമ്മുടെ ഓഗസ്റ്റ് 15-നാണ്. അതിലേക്ക് ആൾക്കാർക്ക് പങ്കെടുക്കാൻ ഇനിയും അവസരമുണ്ട്. അതിൽ ആൻസേഴ്സ് ഇമെയിലിലേക്ക് അയച്ചവരിൽ നിന്നും ഞാൻ എല്ലാവരെയും ഇത് ചെയ്തിട്ടില്ല. നമ്മളെല്ലാം ആരും വിഷമിക്കേണ്ട, അതിനകത്തേക്ക് അയച്ചവരെല്ലാം സേഫാണ്. ഞാനത് നോക്കി അപ്പോഴെപ്പോഴും നിങ്ങളെ ഇത് ചെയ്യുന്നുണ്ട്. ആരും പേടിക്കേണ്ട, അത് അതിനകത്ത് ഭദ്രമായിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, സാറ്റർഡേ ജൂൺ 1 സാറ്റർഡേ രാത്രിയിൽ 7:30 നമ്മുടെ ഗീവ് അവേ ലൈവായിട്ട് വരുന്നത്. നമുക്ക് അടിച്ച് പൊളിക്കണം. അപ്പോൾ എല്ലാവരും ശനിയാഴ്ച ദിവസം വൈകുന്നേരം റെഡിയായി, രാത്രി ആകുമ്പോഴത്തേക്ക് റെഡിയായിരിക്കുക. ഞാൻ വരും. ഓക്കെ, ബൈ.